Welcome to Garam Masala, the magic spices of cooking. കപ്പ ബിരിയാണി. ഇന്ന് നമുക്ക് സ്വാദിഷ്ടമായ കപ്പ ബിരിയാണി എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ ബീഫാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് കപ്പ വേവിച്ചെടുക്കാം. 1 കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ ചെറുതാക്കി മുറിച്ചതിന് ശേഷം ക്ലീൻ ചെയ്തെടുക്കണം. ഇനി നമുക്കിതിനെ വേവിച്ചെടുക്കാം. ഒരു പാനിലോട്ട് നമുക്ക് കപ്പയെ എടുക്കാം. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ കപ്പ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്ത് കളയാം. ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കപ്പയെ നമുക്ക് ഒരു വെസലിലോട്ട് എടുക്കാം. ഇനി ഇതിനെ നമുക്ക് മാഷ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് കപ്പ ബിരിയാണി തയ്യാറാക്കാം. ഇതിനു വേണ്ടി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കാം. ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 3 പച്ചമുളക്, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ക്രഷ് ചെയ്തത്, 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ഇവ ചേർത്ത് കൊടുക്കണം. നമുക്കിതിനെ നന്നായി ഇളക്കി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം നല്ല സ്മെൽ വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് 2 കപ്പ് സവാള ചേർത്ത് കൊടുക്കണം. ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയാണിത്. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സവാള ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കിതിനെ വഴറ്റിയെടുക്കണം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് പൗഡറുകൾ ചേർക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല ഇവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്കിതിനെ നന്നായി ഇളക്കി കൊടുക്കാം. ഈ പൗഡറിൻ്റെ കൂടെ റോസ്മെൽ പോകുന്നത് വരെ നമുക്കിതിനെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ബീഫാണ് എടുത്തിട്ടുള്ളത്. ബീഫിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് വേവിച്ചെടുക്കണം. ബീഫ് ഗ്രേവിയോട് കൂടെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്കിതിനെ മസാലയുമായി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനെ തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ബീഫ് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള കപ്പ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ ബീഫുമായി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ബീഫും കപ്പയുമായി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് വേവിച്ച് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ഫ്രഷ് മുട്ട കൂടെ ഒഴിച്ചു കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർക്കണം. നമുക്കിതിനെ നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിനെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2 മുതൽ 5 മിനിറ്റ് വരെ വേവിച്ചെടുക്കണം. ഈ മുട്ടയും കപ്പയുമെല്ലാം നന്നായി മിക്സായി വരണം. അവസാനമായി നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം. നമുക്കിതിനെ നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. വേണമെങ്കിൽ ഒരൽപ്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ കപ്പ ബിരിയാണി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ഡെലീഷ്യസ് കപ്പ ബിരിയാണി തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം. താങ്ക് യു.